ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 5 കോമ്പണൻസ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്താ സീരീസിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഈ സിസ്റ്റത്തിൻ്റെ മീൻ ടൈം ടു ഫെയിലിയറും ഡിസൈൻ ലൈഫുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മീൻ ടൈം ടു ഫെയിലിയർ കണ്ടുപിടിക്കാൻ എന്താ എളുപ്പമാണ്. നമുക്ക് ഓരോന്നിൻ്റെ ലാംഡ വാല്യൂസ് അറിയാം. സീരീസിലായതുകൊണ്ട് ലാംഡ ഓഫ് സിസ്റ്റം എന്താണ്, ലാംഡ 1 പ്ലസ് അങ്ങനെ ലാംഡ 5 വരെ ആഡ് ചെയ്യുന്നതാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ലാംഡ ഓഫ് സിസ്റ്റം കിട്ടി. ഇനി MTTF ഓഫ് സിസ്റ്റം, MTTF എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് 1/λ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ MTTF ഓഫ് സിസ്റ്റവും നമുക്ക് എന്താണ് കിട്ടി, ഇങ്ങനൊരു സാധനം കിട്ടി. ഇത് നമ്മൾ ഈ വാല്യൂസൊക്കെ പ്ലഗ് ചെയ്ത് കൊടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന MTTFൻ്റെ വാല്യൂ എത്ര, 108 ആണെന്നോ 108.57 ആണെന്ന് കിട്ടും. ഇനി സപ്പോസ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ലാംഡ, അതായത് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ റേറ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഈ ലാംഡ എസ് ആയിരുന്നു ആൻസർ ചെയ്യേണ്ടത്. MTTF നമുക്ക് ഇങ്ങനെ ആയിട്ട്. ഇനി ചോദിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഡിസൈൻ ലൈഫ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് യൂസ്ഫുൾ ലൈഫിൽ റിലയബിലിറ്റി ഈക്വൽ ടു e−λt ആണല്ലോ. ലാംഡ നമുക്കറിയാം, ലാംഡ നമ്മൾ കണ്ടുപിടിച്ചു. ലാംഡയാണ് ഏത്, ലാംഡ എസ് നമ്മൾ കണ്ടുപിടിച്ചു. റിലയബിലിറ്റി ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, ഫൈൻ ഡിസൈൻ ലൈഫ് ഫോർ റിലയബിലിറ്റി ഓഫ് 0.99 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ റിലയബിലിറ്റി 0.99 ആണെങ്കിൽ അതിൻ്റെ ഡിസൈൻ ലൈഫ് എത്രയായിരിക്കും നമുക്കറിയാം. ഡിസൈൻ ലൈഫ് കൂടുമ്പോൾ റിലയബിലിറ്റി കുറവായിരിക്കും. നമുക്കൊരു ഫാനിൻ്റെ കേസ് എടുക്കാം. അതിന് 3 മാസത്തേക്ക് നല്ല റിലയബിലിറ്റി ആയിരിക്കും. നമുക്കറിയാം 3 മാസം കൊണ്ട് ഫാനൊന്നും ചീത്തയാവില്ല. പക്ഷേ നമ്മളൊരു 15 വർഷം എടുത്താൽ ഫാനിൻ്റെ റിലയബിലിറ്റി കുറവായിരിക്കും. 15 വർഷത്തിന് ഇടയ്ക്ക് ചീത്തയാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലായിരിക്കും, അതിൻ്റെ റിലയബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഓരോ റിലയബിലിറ്റിക്കും ഓരോ ഡിസൈൻ ലൈഫുണ്ട്. ഡിസൈൻ ലൈഫ് കുറയുന്നതനുസരിച്ച് റിലയബിലിറ്റി കൂടും. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇവിടെ റിലയബിലിറ്റി 0.99 ആണെങ്കിൽ, അതായത് ഒരു മാനുഫാക്ചറർ പറയുകയാണ് അവരുടെ പ്രോഡക്റ്റിൻ്റെ റിലയബിലിറ്റി 0.99 ആണ്, അങ്ങനെയാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ലൈഫ് എത്രയായിരിക്കും, ഈ റിലയബിലിറ്റി അവർ എത്ര നാളിലത്തേക്കായിരിക്കും പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം RT = e−λt. ലാംഡ നമുക്കറിയാം, RT നമുക്കറിയാം, അതാണ് 0.99. അവിടെ നിന്ന് T ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T നമ്മൾ ലോഗൊക്കെ എടുത്ത് കണ്ടുപിടിക്കുമ്പോൾ T നമുക്ക് കിട്ടും 1.09 days എന്ന് കിട്ടും. ഇതാണ് ഡിസൈൻ ലൈഫ്.